ഇപ്പം നടന്ന നിലമ്പൂർ ഇലക്ഷൻ ഒരു സെമി ഫൈനലാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതിൻ്റെ ഫലം വന്നിരിക്കുകയാണ്. നമ്മളെല്ലാം പ്രതീക്ഷ പോലെ തന്നെ ഷൗക്കത്ത് കപ്പടിച്ചുകൊണ്ട് പോയി. കപ്പടിച്ചില്ല, സെമി ഫൈനലിൽ കപ്പടിക്കില്ല. ഫൈനലിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, നമുക്ക് പറയാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ എം സ്വരാജ് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് തിരിച്ചടിയല്ല, അത് CPM-ന്റെ മണ്ണല്ല. ഇവരെന്താണ് ഈ CPM-ന്റെ മണ്ണല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചേട്ടൻ അത് മനസ്സിലായിട്ടുണ്ടോ? ഇവർ ഈ തിരിച്ചടിയെ ന്യായീകരിക്കാൻ നോക്കുമ്പോൾ ഇത് ഇവരുടെ നേതൃത്വം അല്ലെങ്കിൽ ഇവരുടെ ഭരണം പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കാനുള്ള മടി കൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? അതിപ്പോൾ ഞാനെന്ന വ്യക്തി അല്ലെങ്കിലും ഒരു സാധാരണ കാരനോട് ചോദിച്ചാൽ പറയില്ലേ വിജയ്, ഇത് ഞാനെന്ന വ്യക്തി എന്നല്ല, നമ്മൾ ആരായിരുന്നാലും പറയും. പത്രം വായിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ആരും പറയില്ലേ ഈ ഭരണത്തിന് കെടുകാര്യസ്ഥതയിലെ ഈ തോൽവിയുടെ കാരണം. ഇത് തോറ്റു കഴിഞ്ഞിട്ട് എം സ്വരാജിനോട് ചോദിക്കുമ്പോൾ ജനവിരുദ്ധ വികാരമല്ല എന്തുകൊണ്ടെന്നറിയോ വിജയ്? അതിനകത്തൊരു കാരണമുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ച് പറയരുത്. അത് ഒരു കാര്യം. പിന്നെ എം സ്വരാജിനെ പോലെയുള്ള പാർട്ടിക്കാര് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ്ക്കറിയാം, എനിക്കറിയാം. നമ്മളൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് SFIയുടെ ചോട്ടാ നേതാക്കളെ പോലെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്, അല്ലെ? എന്നെക്കാളും ഇപ്പോൾ നേതാക്കളെ കാണുന്ന വിജയാണ്. കാര്യം എന്റെ എത്രയോ ജൂനിയറാണ് തിരുവനന്തപുരത്തെ വിജയ്. നമ്മൾ ഒരേ നാട്ടുകാര്, അതുകൊണ്ട് അറിയാം. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എം സ്വരാജിന് അങ്ങനെ പറയാനേ കഴിയുള്ളൂ. ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുമ്പോൾ പാർട്ടിക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ. തോൽവിയാണ് എന്ന് ഞാൻ അവരെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ക്ഷമിക്കണം, തോൽവിയാണ്, തലയിൽ കൂടെ മുണ്ടിട്ട് പോവേണ്ടതാണ് എന്ന് എം സ്വരാജിന് പറയേണ്ടി വരും പിണറായിയുടെ ഭാഷയിൽ. കാര്യം ഇത് ചർച്ച ചെയ്യേണ്ടത് പാർട്ടി യോഗത്തിലാണ്. AK സെന്ററിൽ ഇപ്പോൾ പുതിയ AK സെന്ററിൽ കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ തിരുവനന്തപുരത്ത് ഇല്ല. കാര്യം മറ്റത് ഭൂതത്താങ്കോട്ട എന്ന് പറയാൻ പഴയത് ഇപ്പം മണൽ മാഫിയ, കോറി മാഫിയ, വേറെയുള്ള മാഫിയകളെ കാരണം സ്മെല്ല് കാരണം ചെന്ന് കയറാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് കമ്മിറ്റി ഇല്ല. ഇത് കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ ഇപ്പൊ ബൈക്കിന്റെ മുന്നിൽ പറഞ്ഞാൽ എം സ്വരാജ് പറഞ്ഞു നീ കയറി വാടാ, കമ്മിറ്റിക്ക് കണക്കാക്കി. കമ്മിറ്റികളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒന്നുമില്ലെങ്കിൽ SFI കമ്മിറ്റിയെങ്കിലും വിജയ് കണ്ടിട്ടുണ്ടാവും. പാർട്ടി കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അജണ്ട എന്തൊക്കെയാണ്. അജണ്ടയിൽ ഇന്ന് നിന്നെ മുണ്ടൊക്കെ കൊടുത്ത് ബാഗൊക്കെ തൂക്കി എല്ലാവരെയും കൈ കാണിച്ച് വരുമ്പോൾ സഹാക്കൾ പരസ്പരം നോക്കും, ഇന്ന് എവനെ നമ്മൾ കൂട്ടിക്കെട്ടും, എവനെ ചുരുട്ടിക്കെട്ടും. നമ്മൾ സംഭവം എന്താ? അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന MV ഗോവിന്ദന RSSുമായുള്ള ബാന്ധവം, അത് ഒന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ജനവിരുദ്ധ വികാരം ഈ സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ആശമാരുടെ പിന്നെ ശാപം, ആശാവർക്കർമാരുടെ ശാപം കിട്ടിക്കഴിഞ്ഞു പിണറായി, അല്ലെ? ഇനിയെങ്കിലും പിണറായി കണ്ണു തുറക്കണം. ഇനി അദ്ദേഹം തേനല്ല പാനല്ല, ഇനി എന്തൊഴുക്കിയിരുന്നാലും അല്ലെ, ഇത് ഇനി ഉണ്ടാവാൻ പോകുന്ന ഇതേ ഉള്ളൂ. ഇപ്പോ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് AK ആന്റണിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെന്റ് എന്നറിയും, ഇത് കെയർടേക്കർ മന്ത്രിസഭയാണ്, ഇനി അദ്ദേഹം ഇറങ്ങിപ്പോണം, അന്തസ്സുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകും. എങ്ങനെയെന്നറിയോ? ഇപ്പൊ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും പിണറായി നിങ്ങൾ ഇത് നേരിടണം. ഞാൻ പറഞ്ഞ തെറ്റാ ശരിയാണ്? ഇതങ്ങനെ നേരിട്ടിട്ടുണ്ട്. EK നായനാർ നേരിട്ടിട്ടുണ്ട്. പോലെ പുട്ടുപോലെ ജയിച്ചു കയറാമെന്ന് വിചാരിച്ചോണ്ട് അദ്ദേഹം 87 അദ്ദേഹം ഇവിടെ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ അങ്ങനെ ഇലക്ഷൻ വന്നിട്ടുണ്ട്. നായനാർ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ നിയമസഭയും പഞ്ചായത്തും ഒരുമിച്ച് നടത്തണമേ, അല്ലേ? ഇറങ്ങി വന്നിട്ട് മത്സരിക്കണം. ബഹുമാനപ്പെട്ട പിണറായി ചങ്കൂറ്റുണ്ടെങ്കിൽ പിണറായി മത്സരിക്കണം, അല്ലെ? ഒരു സാധാരണക്കാരൻ രീതിയിൽ നമ്മൾ അവകാശപ്പെടുകയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് കെയർടേക്കർ മന്ത്രിസഭയാണ്. അവിടെ VD സതീശന്റെ അഭിപ്രായം കേട്ടായിരുന്നു. VD സതീശൻ അല്പം മുമ്പ് പറഞ്ഞത് 5 കൊല്ലത്തേക്ക് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിരിക്കുകയല്ലേ, 5 കൊല്ലം കഴിഞ്ഞിട്ട് അവർ വരട്ടെ. അപ്പൊ ഇദ്ദേഹം ആരുടെ? ഇദ്ദേഹത്തിന്റെ അനിയനാണ്. നമ്മൾ ഇത് ടോക്കാണ്, അതുകൊണ്ടാണ് ഇടയെന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ടോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് നാടൻ, നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. നമ്മൾ സാമൂഹ്യ മാധ്യമമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. നമുക്ക് പറയാം, അല്ലെ ഇവരെന്ത് മച്ചമ്പിയ അല്ലെങ്കിൽ അനിയന് ചേട്ടനും പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകുന്ന 5 കൊല്ലത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. 5 കൊല്ലത്തേക്ക് എന്തിനും മറ്റേ നമ്മൾ ഒറ്റ കൊടുത്തിരിക്കണം. നിങ്ങളെ പീഡിപ്പിക്കാനായിട്ട്, കേരള ജനത്തെ പീഡിപ്പിക്കാനായിട്ട് പിണറായിക്ക് നമ്മൾ അങ്ങ് എഴുതി കൊടുത്തിരിക്കണം. അല്ലെ എനിക്കറിയില്ല. അല്ലെ ഇപ്പൊ എം സ്വരാജ് തോറ്റു എന്നിട്ട് ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ട. ബേബി പറഞ്ഞിരിക്കണം നിലമ്പൂര് ഇടതുപക്ഷത്തിന്റെ മണ്ഡലം അല്ല. അപ്പൊ അൻവർ 9 കൊല്ലം അവിടെ ആയിരുന്നെങ്കിൽ അല്ല. അപ്പം അങ്ങനെ ഇടതുപക്ഷത്തിന്റെ മണ്ഡലം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മത്സരിച്ചത് ഇവര്? അപ്പൊ നിലമ്പൂര് എന്തിനു മത്സരിച്ചു എന്നുള്ളൊരു ചോദ്യം അപ്പൊ ഉണ്ടാവും, അല്ലെ? ഇവർ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി എന്തിനായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 തവണ വന്നുപോയി.
അദ്ദേഹത്തിന്റെ സ്മെല്ല് കിട്ടി ജയിക്കില്ലെന്ന്. പിന്നെ വിജയ്ക്ക് വേറൊരു കാര്യം അറിയും, നമ്മളൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് സംസാരിക്കുന്നത് വെറുതെ ശൂന്യതയിൽ നിന്ന് എടുത്തൊന്നുമല്ല സംസാരിക്കണേ. നമ്മൾ ഒന്നിൽ പത്രം വായിക്കും, പത്രം വായിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സോഴ്സ് എടുക്കും. ഞാൻ മലപ്പുറത്ത് എൻ്റെ പല സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചിരുന്നു, അവരൊക്കെ തന്നെ തീരുമാനിച്ചിരുന്നു ഇത്തവണ ജയിപ്പിക്കില്ല എന്ന് തന്നെ. വേറൊരു കാര്യമുണ്ട്, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കീഴ്ഘടകങ്ങൾ, മേൽഘടകങ്ങൾ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കും, ഇത്തവണ ജയിക്കണം, ജയിപ്പിച്ചേ പറ്റൂ, സഖാക്കൾ പണിയെടുക്കണം. ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. എം സ്വരാജ് മത്സരിച്ചപ്പോൾ തന്നെ, എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് നമ്മളെ ഫ്ലോറിൽ പ്രജിതയും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സഹപ്രവർത്തക. നമ്മൾ സംസാരിച്ചിരുന്നു എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർത്തും, പിണറായി നിർത്തും. എനിക്കിത് പാർട്ടി ഘടകത്തിൽ നിന്ന് കിട്ടിയ അറിവാണ്. അതുപോലെ നിർത്തി. എന്തുകൊണ്ട് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി? ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ ഇല്ല വിജയ്. അരിവാൾ നെൽക്കതിർ, അരിവാൾ ചുറ്റിക നക്ഷത്രം, ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ അവിടെ മത്സരിക്കാൻ ആളില്ല അല്ലെ? കുഞ്ഞാലിക്ക് ശേഷം അവിടെ ആരെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ? കാലം എത്ര കൊല്ലം മുമ്പ്? 19 വർഷമായി അല്ലേ? ഈ കുഞ്ഞാലിക്ക് ശേഷം വേറെ ആരെങ്കിലും ഇവിടെ മത്സരിച്ചിട്ടുണ്ടോ? പാർട്ടി ചിഹ്നത്തിൽ ആരും മത്സരിച്ചിട്ടില്ല. ഹംസ മത്സരിച്ചത് സ്വതന്ത്രനായിട്ടായിരുന്നു. അൻവർ 2 തവണ സ്വതന്ത്രനായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു പാർട്ടി ചിഹ്നത്തിൽ, അതുകൊണ്ട് എം സ്വരാജിനെ നിർത്തിയത് പിണറായി വിജയനാണ്. ഇത് പിണറായി വിജയന്റെ തോൽവിയാണ്. എന്തുകൊണ്ട് ആരും അത് സംസാരിക്കുന്നില്ല? അപ്പൊ പിണറായി വിജയൻ അറിയില്ലേ ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം കോൺഗ്രസിന്റേതാണെന്ന്? പാർട്ടിയുടെ ചരിത്രം 960 മുതൽ നിങ്ങൾ എടുക്കുക. 960 മുതൽ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു അല്ലെ? പാർട്ടിക്ക് ആലോചിച്ചുകൂടെ? EMS എന്ന് പറയുന്ന ഭൗതിക ആചാര്യൻ മുതൽ ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന ചങ്കൂറ്റമുള്ള ഇവർ പറയുന്ന അല്ലെ, ചങ്കൂറ്റം വേറെ ആർക്കും ഇല്ല, അദ്ദേഹത്തിനേ ഉള്ളൂ. നേരത്തെ തന്നെ പറ്റിയിരുന്ന സ്വതന്ത്ര തന്ത്രം ഇപ്പൊ എന്താണ് അവർ ചെയ്യാത്തത്? സ്വതന്ത്രതന്ത്രം ഇവർ പലയിടത്തും പ്രയോഗിച്ച് പരാജയപ്പെട്ട് കീറി ചീട്ട്. ആരെ? പാലക്കാട് അല്ല, പക്ഷെ ഇതേ മണ്ഡലത്തിൽ തന്നെ അൻവർ 2 തവണ ഈ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അത് അറിയാം നമുക്ക്. ഹംസയാണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ അതവർക്ക് ഇത്തവണ ഉപയോഗിക്കാൻ പറ്റില്ല. വിജയ്, അതിനകത്തുള്ള കാര്യം എന്നറിയോ? ഒരാൾക്ക് പെട്ടെന്നൊന്നും ഒരു മണ്ഡലത്തിൽ സോഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ 25,000 വോട്ട് അദ്ദേഹം എങ്ങനെ പിടിച്ചത്? അൻവർ പിടിച്ചത് വെറുതെ അല്ല. അൻവർ 9 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടാണ്. 9-10 കൊല്ലം. അതും നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വിജയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എടുക്കാം, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ഇപ്പം നിങ്ങളുടെ രാഷ്ട്രീയം വേറെ, എൻ്റെ രാഷ്ട്രീയം വേറെ. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരാള് MLA ആയിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ അനിയത്തിക്ക് ഒരു പേപ്പർ ശരിയായി കൊടുത്ത ആ പെണ്ണുങ്ങൾ, നമ്മൾ പോട്ടെ, നമ്മുടെ രാഷ്ട്രീയം പോട്ടെ, ആണുങ്ങൾക്ക് ഇപ്പൊ രാഷ്ട്രീയം വിട്ട് കളിക്കുന്ന ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ ആർക്ക് വോട്ട് ചെയ്യും? തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വോട്ട്. അങ്ങനെ വ്യക്തി വോട്ട് അൻവറിനുണ്ട്. അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹം സഹായം നൽകിയവരുടെ വോട്ടാണ് ഈ പറയുന്ന 25,000 ചില്ലറയല്ല. ഈ പറഞ്ഞ നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്. നമ്മൾ പോലും 10 വോട്ടേ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ ഈ പറയുന്ന നമ്മളിവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും വിചാരിച്ച 10 വോട്ടേ. 25,000 വോട്ടാണ്. 2 ലക്ഷം വോട്ടിന്ന് 4% പിടിച്ചില്ലേ? ശരിയാണ് അല്ലേ? ഈ കിട്ടിയ 11,000 വോട്ട് നിലമ്പൂര് ഈ പറയുന്ന ഷൗക്കത്ത് ജയിച്ചതിന് 25 കൂടെ കൂട്ടുമ്പോൾ 35 വോട്ട് കിട്ടിയില്ലേ? 35,000 എന്ന് പറയുമ്പോൾ ചെറിയ ലീഡല്ല. അത് എവിടെ പോയി? അത് ഈ പറയുന്ന പോലെ ഒന്ന് എൻ്റെ അടുത്ത് ഇപ്പം വിജയ് ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ട് അൻവറിനെ പോലെ ഒരു സ്വതന്ത്രനെ നിർത്തിയില്ലെന്ന്. ഇവരെ ഒരു സ്വതന്ത്രനെ കണ്ടെത്താനായി അൻവറിന് കാശുണ്ടായിരുന്നു. അൻവർ അവസാനം പറഞ്ഞു എൻ്റെ കാശില്ലെന്ന്. നിങ്ങൾക്കറിയോ, മഞ്ഞളാംകുഴി അലി എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു. ഈ മഞ്ഞളാംകുഴി അലി VS-മായി അടുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ഞളാംകുഴി അലിയെ പാർട്ടി സ്വതന്ത്ര സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. മങ്കടയിൽ നിന്ന് ജയിച്ചിരുന്ന ആളാണ്. ഈ അൻവറിനെ പുറത്താക്കിയതാരാണ്? ഈ പാർട്ടിയുടെ പിണറായി പക്ഷം തന്നെയാണ് പുറത്താക്കിയത്. ഈ കണ്ട കൂട്ടുകച്ചവടത്തിന് കൂട്ടു നിന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ കൂട്ടുകച്ചവടത്തിന്റെ രഹസ്യങ്ങൾ അൻവറിന് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അൻവറും പി ശശിയും അജിത് കുമാറും അടങ്ങുന്ന ത്രയങ്ങൾ, ഈ ത്രയങ്ങളിൽ അൻവറിന് അറിയാം പലതും. അത് പുറത്താണ്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത യോഗേഷ് ഗുപ്തയുടെ കേസ്, അജിത് കുമാറിനെ DGP ആക്കണം. അജിത് കുമാർ ഒരു കറകളഞ്ഞ RSSകാരനാണ്. അപ്പോ ഇത്തരത്തിൽ യോഗേഷ് ഗുപ്ത ഒരു കറകളഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനും ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പൊ നമുക്കിതിൽ ചുരുക്കെഴുത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാനാണെങ്കിൽ നമുക്ക് അടപടലം പൊളിക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഇവരെ ഈ പറയുന്ന പച്ചക്കള്ളങ്ങൾ, ഇവർക്ക് ഇനി ഈ പച്ചക്കള്ളം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് നിൽക്കാൻ ഒക്കില്ല സമൂഹത്തിന്. കാര്യം സാമൂഹിക മാധ്യമം അത്രയും അലർട്ടാണ്. കാര്യം ജനത്തിന് രാഷ്ട്രീയം ഇപ്പൊ അത്ര അറിവുണ്ട്. ഇപ്പൊ ഞാൻ ചായ കുടിക്കാൻ വിജയ് വന്നിട്ട് ഞാൻ ഊണ് കഴിച്ചിട്ട് ഒരു തലവേദന എടുക്കുന്നത്, ഒരു ചായ കുടിച്ചപ്പോൾ ആ കടയിൽ ഒരു ചേട്ടൻ ചോദിച്ചു, ആര് ജയിച്ചു നിലമ്പൂര്? കാര്യം ജനം അത്ര അലർട്ടാണ് നിലമ്പൂര്. എന്നിട്ട് അവരെന്റെ അടുത്ത് എഴുതി ചോദിച്ചത് അൻവറിന് എത്ര വോട്ടുണ്ടെന്നാണ്. അത് ജയിച്ച ആളുടെ വോട്ടല്ല. അപ്പൊ ഇതില് പഴയതുപോലെ അല്ല. ബഹുമാനപ്പെട്ട ഗോവിന്ദൻ, രാഷ്ട്രീയ അവബോധം ജനത്തിന് കൂടി. ബഹുമാനപ്പെട്ട ഗോവിന്ദൻ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, ഇനി ആരെല്ലാം ഉണ്ടോ
അവരുടെ സ്വരാജ് ആരൊക്കെയുണ്ട് അവരുടെ ബഹുമാനത്തോടെ പറയുന്നു, സർ ഇനി നിങ്ങളുടെ കള്ളം പണ്ടത്തെ പോലെ കേരളത്തിലെ ജനങ്ങളെ ഇനി പറ്റിക്കാൻ പറ്റില്ല.